ഡൽഹിയിൽ നിന്നൊരു പ്രധാന വാർത്ത ഇപ്പോൾ എത്തുന്നുണ്ട്. സ്ഫോടനം നടന്നതായി സന്ദേശം ലഭിച്ച ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം കേന്ദ്ര ഏജൻസികളുടെ പരിശോധന തുടരുകയാണ്. NIA സംഘം എംബസിയിലെത്തി പരിശോധന നടത്തി. നേരത്തെ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയിരുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതിൽ എന്താണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്? സ്ഫോടനം നടന്നോ എന്നതിലൊരു സ്ഥിരീകരണവും ഇപ്പോഴും ഇല്ലല്ലോ. സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു, അതുപോലെ എംബസിയിലെ ചിലർ പറഞ്ഞു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് ഈ ചാണക്യപുരിയിലെ സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻവശത്താണ്. ഇതിന്റെ പുറകുവശത്താണ് എംബസി സ്ഥിതി ചെയ്യുന്നത്. അതായത് നിലവിൽ ഈ സ്ഫോടനം ശബ്ദം കേട്ടു എന്ന് പറയുന്നത് എംബസിക്ക് പുറകുവശത്തായിട്ടാണ്. അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിന് കുറച്ച് പുറകിലായിട്ടാണ് ഈ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ടതായി പറയുന്നത്. ഇവിടുന്ന് പുക ഉയർന്നതായും ഈ ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കണ്ടതായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഒരു 5 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയുടെ ശബ്ദമുണ്ടാകുന്നത്, ഒപ്പം തന്നെ ഇവിടുന്ന് പുക ഉയരുന്നതും. നിലവിൽ ഇവിടെ ഈ സംഭവത്തിന് പിന്നാലെ പോലീസും ഒപ്പം ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി. പക്ഷേ പരിശോധനയിൽ യാതൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് NIA സംഘം എത്തിയത്. അവരൊരു പ്രാഥമിക അന്വേഷണം എന്ന നിലയിൽ ഇവിടെ പരിശോധന നടത്തുകയും ഒപ്പം മറ്റു വിവരങ്ങൾ തേടിയ ശേഷം മടങ്ങുകയുമാണ് ഉണ്ടായത്. അല്പം മുൻപാണ് ഈ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയത്. വേറെ പരിശോധനകൾ നടത്തിയില്ല, ഇത് സന്ദർശിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ നിന്നും യാതൊരു വിധത്തിൽ അല്ലെങ്കിൽ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യമോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പരിശോധന നടത്തിയ സംഘം വ്യക്തമാക്കുന്നത്. അപ്പോഴും ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ഇവിടെ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. എന്തായാലും ഈ ഇസ്രായേൽ എംബസിയുടെ മുൻവശത്ത് ഇപ്പോൾ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദില്ലി പോലീസിന്റെ നിരവധി ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പരിസരത്തെല്ലാം തന്നെ പോലീസിന്റെ പെട്രോളിംഗും തുടരുകയാണ്. വിജയകുമാർ, ഒരു അജ്ഞാത ഫോൺ സന്ദേശമാണ് ഡൽഹി പോലീസിന് ആദ്യം ലഭിച്ചത്. ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു എന്ന് പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സ്ഫോടന ശബ്ദം കേട്ടതായി പരിസരവാസികളും എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. എന്തായാലും ആ മേഖലയിൽ പരിശോധന തുടരുകയാണ്. കൂടുതൽ എന്തെങ്കിലും കണ്ടെത്തി എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.